യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളത് വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മെ അന്ത്യത്തോളം വഴി നടത്താമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മെ തനിച്ചല്ല ഈ മരുയാത്രയിൽ. സ്തോത്രം. നാം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിനായിട്ട്, കൃപ തന്ന് നമ്മെ നടത്തേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവിന് കൂടെ ചേർന്ന് നടക്കാം. ഈ പൽക്കലോ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. തക്ക സമയത്ത് ദൈവത്തിന്റെ കരം നമുക്കായി ചലിക്കും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നാം മുമ്പ് ഒന്നും കാണുന്നില്ലായിരിക്കാം. എവിടെ എന്ത് സംഭവിക്കും, എങ്ങനെ ഇതിനകത്തൊരു വിടുതൽ നടക്കും, ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടും, ദൈവത്തിന്റെ വഴികൾ തുറക്കപ്പെടും എന്നൊക്കെ നാം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒന്നും നമ്മൾ കാണുന്നില്ലായിരിക്കാം. ഒന്നും സ്തോത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നില്ലായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കും. ദൈവത്തിന്റെ തക്ക സമയത്ത് മുൻപും പിൻപും ഒന്നും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. പക്ഷെ ആ ദൈവത്തിന്റെ ആ റൈറ്റ് ടൈമിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസ് പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവേ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും ആ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന നല്ല സ്വർഗത്തിലൊരു പിതാവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ കരുതലാണ് തൻ്റെ ഓമനപുത്രനെ നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലത് നമുക്ക് നൽകാതിരിക്കുമോ എന്ന വചനത്തിൽ ചോദിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെയും സമയത്ത് സ്തോത്രം കരുതി വച്ചത് നമുക്കായി തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. തൻ്റെ മക്കളുടെ ഓരോ പ്രയാസങ്ങളുടെയും ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുമെന്ന് ഈ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. സ്തോത്രം. അപ്പൊ നമുക്ക് ഓൾറെഡി കരുതുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കുക, എനിക്ക് വേണ്ടി കരുതാനായിട്ട് ആരുമില്ല, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ആരുമില്ല, എൻ്റെ മുൻപിൽ കടന്നു പോകാനായിട്ട് ആരുമില്ല എന്നൊക്കെ നമ്മുടെ ചിന്തയിൽ കടന്നു. പക്ഷേ നമുക്ക് വേണ്ടി ഓൾറെഡി സകലതും ദൈവം കരുതി വച്ചിട്ടുണ്ട്. സ്തോത്ര. നാം ആ റൈറ്റ് പ്ലേസിനകത്ത് എത്തുമ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴാണ് ആ കരുതന്റെ വഴി തുറക്കേണ്ടത്, അവിടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായി തുറന്നിരിക്കും. സ്തോത്ര. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. അതുകൊണ്ട് ആകുലതകൾ ചിന്തകളെല്ലാം മാറ്റിവെക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു അപ്പനുണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യത്തോടു കൂടെ നാം മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നാം തളർന്നു പോകുകയല്ല, നാം വിശ്വാസത്തോടു കൂടെ ചുവടുകൾ വയ്ക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമുക്ക് തിരുവചനത്തിലേക്ക് നമുക്ക് അത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് 14-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവശബ്ദം കേട്ട് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിന്റെ 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാള് കാണുകയില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ ഇസ്രായേൽ ജനം ഭയപ്പെട്ടു, നിലവിളിക്കുവാൻ തയ്യാറായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മുൻപിൽ ചെങ്കട്, പിന്നിൽ ഫറവോനും കൂട്ടരും. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ജനം മിസ്രയീമ്യർ പിന്നാലെ വരുന്നതൊക്കെ ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു എന്ന് നമുക്കിവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മുന്നിലേക്ക് നോക്കി കഴിയുമ്പോൾ ചെങ്കടൽ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുമ്പോൾ എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചോ, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും
കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആകുലപ്പെടുന്ന ആ ഒരു സമയത്ത്, നിലവിളിയുടെ ശബ്ദം ഉയരുന്ന ഒരു സമയത്ത്, ഭയപ്പെടുന്ന ആ ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവയെ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. അത് ഇസ്രായേൽ ജനതയെ മുന്നോട്ട് നടത്തിയതായ ദൈവം തന്റെ മഹാശക്തി കൊണ്ട് ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് കടലിനെ പിൻവാങ്ങിച്ച് ഇസ്രായേൽ ജനതയെ മുന്നോട്ട് നടത്തി. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മുന്നിൽ ചെങ്കടൽ, പിന്നിൽ മിസ്രയീമിൻ കൂട്ടരും, ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം തക്ക സമയത്ത്. കാരണം വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ഞാൻ പിടിക്കും, ഞാൻ പിൻപറ്റും, കൊള്ള പങ്കിടും എന്ന് പറഞ്ഞ് ആഞ്ഞടുത്ത് പാഞ്ഞു വരുന്നതായ ഒരു മിസ്രയീമിന് കൂട്ടിനെ സ്തോത്രം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രഥങ്ങളും കുതിരപ്പടകളുമായിട്ട് ഫറവോന്റെ സൈന്യം ഇവരുടെ അടുക്കിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പിടിക്കാം, മുന്നിൽ ചെങ്കടലാണ്, ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല, ഇപ്പോ ഞാൻ കൊള്ള പങ്കിടും, ഇപ്പോ ഞാൻ എന്റെ കൈവശത്താക്കുമെന്ന് പറഞ്ഞ് ഇവരെ പിൻപറ്റുന്ന ഒരനുഭവം. മുന്നോട്ട് ഇവർക്ക് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ കഴിയാതെ ആർത്തിരച്ചു നിൽക്കുന്ന ചെങ്കടൽ. സ്തോത്ര ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം, ഒരു അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ. തന്റെ വചനത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരത്തെ ദൈവം അവിടെ വെളിപ്പെടുത്തി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടി ഹല്ലേലൂയ ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോ, ദൈവവചനത്തിന്റെ വിശ്വാസത്തിനകത്ത് നാം നിൽക്കുവാൻ തയ്യാറാകുമ്പോ, പ്രിയ ദൈവമക്കളെ സ്തോത്രം, ചിലതിനകത്ത് നീ പോകും, ചിലതിനകത്ത് വീണു പോകും, നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിലേക്ക് നീ വീണു പോകുമെന്ന് പറഞ്ഞ് ശത്രുഗണം നിന്നെ പിന്നാലെ കടന്നു വരുമ്പോ, നിന്നെ ചിലതിനകത്തൊന്ന് പിന്നെയും പിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ, അവിടെ ആ റൈറ്റ് പ്ലേസിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം നിനക്ക് വേണ്ടി ചലിക്കും. ഇതാ ദൈവത്തിന്റെ തക്ക ടൈം എന്ന് പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെയാ. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം, ശത്രുവിന്റെ കരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം, നിന്റെ പ്രാണന് ദോഷം വരാത്ത ദൈവം. ഹല്ലേലൂയ. അത് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ചില അതിർവരമ്പുകളെ ഇട്ട് എന്റെ ദൈവം തമ്പുരാൻ നിന്നെ മറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. പാറമേൽ നിന്നെ ഉയർത്തുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പ്രഭാതം നിനക്ക് വേണ്ടി ചലിക്കുക. ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുത്തിയ, നിന്റെ നിലവിളിയിലേക്ക് എത്തിച്ച ചില അനുഭവങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവം മാറ്റിയിട്ട് ആ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ അത്ഭുതകരമായ കരത്താൽ വിടുവിച്ച് പുറത്തെടുക്കാൻ പോകുക. പ്രിയതമൊക്കെ, ചെങ്കടലിനും മിസ്രയീമിനും ഇടയിലുള്ള ഒരു ടൈമുണ്ട്, അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. സ്തോത്ര. അങ്ങനെ ചിലതിന്റെ നടുവിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നീ പകച്ചു നിൽക്കുന്നതിന്റെ നടുവിൽ അവിടെയാ സ്തോത്രം ഒരു മനുഷ്യന് സഹായിക്കും. ഒരു ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്നതല്ല. സ്തോത്രം. മാനുഷിക ബുദ്ധികൾ അപ്രത്യക്ഷമായി തീരുമ്പോ, മാനുഷികമായ ചിന്തകൾ നിഷ്ഫലമായി തീരുമ്പോ, അത് നമ്മുടെ നിരൂപണങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത്. ആ ഒരു റൈറ്റ് പ്ലേസിനകത്ത് സ്തോത്ര കർത്താവിന്റെ കരം നീട്ടിയിരിക്കും. സ്തോത്രം. അങ്ങനെയൊക്കെ ആ ഒരു അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവിന്റെ കര അത്ഭുതമായിട്ട് ഹല്ലേലൂയ മുമ്പും പിമ്പും ഒന്നും നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. സ്തോത്രം. പക്ഷെ ആ റൈറ്റ് ടൈമിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അബ്രഹാമിന് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തിയ ഒരു ഭാഗത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് യഹോവയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനെ തന്നെ മോറിയ മലയെ കൊണ്ടുപോയി യാഗം അർപ്പിക്കുവാനായിട്ട് മോറിയ ദേശത്ത് കൊണ്ടുപോയി ഞാൻ നിന്നോട് ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ അരുളപ്പാട് കേട്ട് സ്തോത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം തന്റെ ഭാര്യയോട് പോലും ഈ കാര്യം സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയ മക്കളെ, ആരാധന ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൂടുതലും സംസാരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു കുടുംബത്തിലുള്ള എല്ലാവരോടും ദൈവം സംസാരിക്കണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുവാനായിട്ട് ഇടയത്തില്ല. ആ വ്യക്തി ഒരു പോസ്റ്റിനെ പോലെ ദൈവത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചുവടുവെക്കൽ വയ്ക്കുവാനും തയ്യാറാക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇവിടെ അബ്രഹാം ആരോട് ചോദിക്കുന്നില്ല, ആരോട് പറയുന്നില്ല. സ്തോത്ര. തന്റെ മകനെയും കൊണ്ട് ഹോമയാഗത്തിലുള്ള വസ്തുക്കളും എടുത്തുകൊണ്ട് അധികാലത്ത് താൻ പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. കടന്നു പോകുന്ന ഇടയിൽ തന്റെ ഹൃദയത്തെ തകർക്കുന്ന പല ചോദ്യങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പല മറുപടികൾ വിശ്വാസത്തോടു കൂടി പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു അനുഭവം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം സ്തോത്രം 3-ാം ദിവസം സ്തോത്രം ചെയ്തു. യഹോവയെ ദൈവം പറഞ്ഞതായ സ്ഥലം കണ്ടു എന്ന് കാണുവാൻ സാധിക്കും. അപ്പൊ 3 ദിവസത്തെ യാത്രയാ. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു യാത്രയാണ്. പക്ഷേ അബ്രഹാം തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. യഹോവയ ദൈവത്തിന്റെ 12-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചതായ അബ്രഹാം മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ താൻ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. നീ ഹല്ലേലൂയ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോ നീ മുന്നിലേക്ക് നോക്കാതെ കർത്താവിന്റെ പാതയെ കടന്നു പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലത്തെ കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പേ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. അബ്രഹാമിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ആരാധനയ്ക്കാ കടന്നു പോകുന്നത്. ഞാൻ ആരാധനയെ കഴിഞ്ഞ് നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞു വരാൻ അനുവദിക്കത്തില്ല. അതേ സ്തോത്രം. സന്തോഷത്തോടെ മടങ്ങി വരാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ചില പരിശോധനകൾ കടന്നു വരുമ്പോ നാം ഭാരപ്പെടാതെ ചിലതിനകത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്ന, വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന. അവിടെ ബാല്യക്കാരോട് താൻ പറഞ്ഞു, ഞാനും ബാലനും അവിടത്തോളം ചെന്ന ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അബ്രഹാം ഹോമയാഗത്തിനുമുള്ള വസ്തുക്കളും എടുത്തുകൊണ്ട് അവർ ഒരുമിച്ച് നടന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ മകൻ തന്നെ യാഗത്തിനു വേണ്ടി അർപ്പിക്കണമെന്ന് യഹോവയെ ദൈവം പറഞ്ഞതായ തന്റെ ഓമനപുത്രൻ തന്നോടൊരു ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട് എന്ന ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ഏതൊരു പിതാവിന്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന, അവിടെ വച്ച് ഹല്ലേലൂയ പിന്മാറിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ളപ്പോഴും ഹല്ലേലൂയ സ്തോത്രം അബ്രഹാം പതറാതെ തന്റെ മകനോട് പറഞ്ഞ ഒറ്റ ആൻസറേ ഉള്ളൂ, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം തനിക്ക് ഹോമയാഗത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. പ്രിയ ദൈവമക്കളെ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലത് നോക്കിയിട്ടുണ്ട്, നോക്കിക്കൊള്ളും. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. നീ നോക്കി നടന്ന് നീ അലയണ്ട, നീ നോക്കി നടന്ന് ഭാരപ്പെടണ്ട, നീ നോക്കി നടന്ന് വഴികളെ കണ്ടുപിടിക്കേണ്ട. ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. നീ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ, നാം വിശ്വാസത്തിൽ നിൽക്കുവാൻ തയ്യാറായ, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായ, നമുക്ക് വേണ്ടതിനെ നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും മുടക്കാതെ വേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും മുൻകരുതി വച്ചിരിക്കുന്ന ദൈവം. ഇവിടെ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ഹോമയാഗത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളാം. നീ പോയാ മതി, നിന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞ നീ അവിടെ പോയാ മതി, ദൈവം അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം ഉടലെടുക്കട്ടെ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമും ഇസ്ഹാക്കുമായിട്ട് അവിടേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. യാഗപീഠം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. യാഗവസ്തു കൊണ്ടുപോയ ഇസ്ഹാക്കിനെ അബ്രഹാം അതിനകത്ത് കിടത്തുവാനായിട്ട് ഇടയായി തീർന്നു. 3 ദിവസത്തിനു മുമ്പ് കേട്ടൊരു ദൈവശബ്ദമുണ്ട്, ഹല്ലേലൂയ നിന്റെ മകനെ യാഗം അർപ്പിക്കാൻ പോകാം. എന്നിട്ട് അവിടെ ഒരു ദൈവശബ്ദം കേട്ടതായിട്ട് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും പ്രവൃത്തിയുമായിട്ട് അബ്രഹാം നടന്നു നീങ്ങി ഹോമയാഗം ഉണ്ടാക്കി
അവിടെ തന്റെ സ്തോത്രം ഇസാക്കിനെ കിടത്തുവാനായിട്ട് തുറന്നു. പ്രിയ ദൈവമക്കളെ, അവിടെയോ ഒരു ദൈവശബ്ദം കേട്ടത്. ഹല്ലേലൂയ. നീ റൈറ്റ് പ്ലേസിനകത്ത് ദൈവശബ്ദം കേൾക്കും. നീ ചിലപ്പോൾ ചിലതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പിന്നെ നീ എത്രയൊക്കെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ദൈവശബ്ദം കേട്ടെന്നിരിക്കില്ല. പക്ഷേ ആ റൈറ്റ് ടൈമിനകത്ത് സ്തോത്രം, അതേ സ്തോത്രം, ചിലതൊക്കെ ചെയ്ത് നീ കയറുന്ന ആ ഒരു റൈറ്റ് പ്ലേസിനകത്ത് എന്റെ കർത്താവിന്റെ ശബ്ദം നീ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരാ. അവിടെ യഹോവയെ ദൈവം അബ്രഹാമിനോട് വിളിക്കുന്നു. ആ കത്തിക്കും യാഗവസ്തുവിനും ഇടയ്ക്കുള്ള ടൈം ഇതാ എന്റെ ദൈവത്തിന്റെ തക്ക സമയം, അതാ എന്റെ ദൈവത്തിന്റെ കൃത്യ ടൈം. മുൻപിലും പിൻപിലും ആയി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവെക്ക്. അത് ഒന്നും നഷ്ടപ്പെടുവാൻ ഇടയാകത്തില്ല. ഒന്നും ഡിലേ ആയി പോയെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം കൃത്യ സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവിടെ കറക്റ്റ് ടൈമിൽ ഹല്ലേലൂയ യഹോവയെ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. അതെ, ആ റൈറ്റ് ടൈമിനകത്ത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ചില ദൈവ ശബ്ദങ്ങൾ കറക്റ്റ് ടൈമിനകത്ത് കേൾക്കാൻ പോകുക. മുൻപും പിൻപും നീ കേട്ടെന്ന് വരത്തില്ല. സ്തോത്ര, നീ എത്രയൊക്കെ സ്തോത്രം ശ്രമിച്ചാലും ഒരു ദൈവശബ്ദം ചില ടൈം കേൾക്കണമെന്നില്ല. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ട ടൈമിനകത്ത് നിന്റെ കാതുകളെ തുളച്ച് കയറുന്ന രീതിയിൽ എന്റെ ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുവാനായിട്ട് ഇടയത്തില്ല. ആർക്കൊക്കെ വേണ്ടി ദൈവത്തിന്റെ ശബ്ദത്തെ ഈ പകൽക്കാലം മുഴക്കുന്ന പ്രഭാതം അത്രേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ എങ്ങനെ ഇവിടെ വിടുതൽ അനുഭവിക്കും, എനിക്ക് വേണ്ടി ആര് കരുതും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് കിടന്ന് വെമ്പൽ കൊള്ളുമ്പോ പ്രിയ ദൈവ പൈതലേ, നീ എത്തി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അതെ നിന്റെ പേപ്പറുകൾ സ്തോത്രം ഇനി ഇവിടെ സൈൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ കരത്തിൽ മടക്കി തരാൻ പോകുന്ന ആ ഒരു റൈറ്റ് പ്ലേസിനകത്ത് നീ പേപ്പർ വാങ്ങിക്കുകയും നിന്റെ കരത്തിൽ ആ വ്യക്തി പേപ്പർ ഓഫീസർ പേപ്പർ തരുന്നതിന് ഇടയ്ക്ക് വെച്ച് ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ, ഒരു ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ കരുതലുകൾ ഈ പകൽക്കാലം ആർക്കൊക്കെ വേണ്ടി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തലേ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാങ്ങൾ തന്നെ വിളിച്ചു പറയാ, ചിലതൊക്കെ അവസാനിച്ചു തീർന്നു എന്ന് പറഞ്ഞ് വരുന്ന ആ റൈറ്റ് ടൈമിനകത്ത് സ്തോത്രം എന്റെ കർത്താവ് കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നീ നിരാശപ്പെട്ട് വരേണ്ടി വരികയില്ല. കാരണം നിന്റെ മടങ്ങി വരവ് കാത്തു പുറത്തായി നിൽക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. ബാല്യക്കാരടുത്ത് പറഞ്ഞിട്ടാ പോയി ഞാനും മകനുമായിട്ട് അവിടെ ആരാധന കഴിച്ചിട്ട് വരാമെന്ന്. ഹല്ലേലൂയ. അവരുടെ മുമ്പാകെ തല കുനിപ്പിക്കാൻ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ അനുവദിക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതെ, നീ ചിലതൊക്കെ പറഞ്ഞിട്ട് വിശ്വാസത്തോടെ പറഞ്ഞിട്ട് നീ പകൽക്കാലം പ്രഭാതത്തിന് സ്തോത്രം ചിലതൊക്കെ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്തിട്ട് നീ യാത്രകൾ തിരിക്ക്. ആ യാത്രയ്ക്കകത്ത് ചില അത്ഭുതകരമായിരിക്കുന്ന ദൈവ പ്രവർത്തികൾ കറക്റ്റ് ടൈമിനകത്ത് എന്റെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിനും കത്തിക്കും ഇസ്ഹാക്കിനും ഇടയിൽ സ്തോത്രം എന്റെ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. അബ്രഹാമേ അബ്രഹാമേ ഹല്ലേലൂയ. ഈ പകൽക്കാലം ചില ദൈവശബ്ദം കേൾക്കാൻ പോകുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദൈവശബ്ദത്തിന്? ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരു ദൈവശബ്ദം കേൾക്കണമെന്ന്? ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതന്റെ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. അവൻ തല പൊക്കി നോക്കിയപ്പോ പിമ്പുറത്തൊരു ആട്ടിൻകുറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകുറ്റിനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എന്താ അബ്രഹാം തന്റെ മകനോട് പറഞ്ഞത്? ഹോമയാഗത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും. നീ ചിലത് പറഞ്ഞ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നീ നെഗറ്റീവ് പറയണ്ട, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയണ്ട. ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടതിന് ദൈവം നോക്കിക്കൊള്ളും. നിന്റെ തലമുറയ്ക്ക് വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. നിന്റെ കുടുംബജീവിതത്തിന് വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. പ്രിയ ദൈവമക്കളെ, ദൈവം നോക്കി വച്ചിരിക്കുന്നതിനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് തടയാൻ കഴിയത്തില്ല. അതെ, ഒന്നിനും മറയ്ക്കാൻ കഴിയത്തില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതുവരെ കാണാത്ത ഒന്ന് അബ്രഹാം കണ്ടു. ദൈവത്തിന്റെ കരുതൽ കണ്ടു. അനുസരിക്കുവാൻ തയ്യാറായപ്പോ, ദൈവത്തെ ഭയപ്പെടുവാൻ
തയ്യാറായപ്പോ, പ്രിയ ദൈവമക്കളെ വിശ്വാസത്തോടെ വാക്കുകളെ പ്രഖ്യാപിക്കുവാൻ തയ്യാറായപ്പോ അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഹല്ലേലൂയ. ദൈവം കറക്റ്റ് ടൈമിനകത്ത് തക്ക സമയത്ത്, അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത് തക്ക സമയത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആകുലതകളും ചിന്തകളും എല്ലാം വിട്ട് കളഞ്ഞിട്ട് പ്രിയ ദൈവമക്കളെ സ്തോത്രം, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. അതേ സ്തോത്രം, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മിസ്രൈം ഫറവോന്റെ സൈന്യത്തിനും അല്ലെങ്കിൽ ചെങ്കടന്റെ സ്തോത്ര മധ്യത്തിൽ അവർക്ക് വേണ്ടി ഒരു വഴി ചെങ്കടന്റെ നടുവിൽ തുറന്നു കൊടുത്തതായ ദൈവം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യാഗവസ്തുവിനും കത്തിക്കുമിടയിൽ ഒരു ദൈവത്തിന്റെ ശബ്ദത്തെ കേൾപ്പിച്ച് ആ കരുതന്നെ കാണിച്ചു കൊടുത്തതായ സർവശക്തനായ ദൈവം. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, ചിലതിന്റെ ഇടയിൽ ചിലതൊക്കെ തീർന്നു, അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുന്നതിന്റെ ഇടയിൽ ആരൊക്കെയോ ദൈവശബ്ദം കേൾക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ പോകുക. ദൈവത്തിന്റെ കരുതലിന്റെ വഴികൾ സ്തോത്രം കാണാൻ പോകുക. അതേ സ്തോത്രം, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതേ പുതിയതൊന്ന് ചെയ്യുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി റൈറ്റ് ടൈമിനകത്ത് തുറക്കും. കൃത്യസമയത്ത് അത് തുറന്നു വരും. കൃത്യസമയത്ത് നിങ്ങൾ ചില ദൈവശബ്ദങ്ങൾ കേട്ടിരിക്കുക. കൃത്യസമയത്ത് ചിലത് നിങ്ങളുടെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു മാറുക. എത്ര പിരിഞ്ഞു മാറുകയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിടുതന്റെ ടൈമായി തീരുമ്പോ ദൈവത്തിന്റെ മഹാശക്തിയുള്ള ഒരു കാറ്റടിപ്പിക്കുക. രണ്ടായി ചിലത് പിളർന്നു മാറുവാനായിട്ട് ഇടയായി തീരാം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, തക്ക സമയത്ത് ദൈവത്തിന്റെ കരം നമുക്കായി ചലിക്കും. ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന കരം, ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന കരം പ്രിയ ദൈവ പൈതലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, തക്ക സമയത്ത് ദൈവത്തിന്റെ കരം തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടണം. കർത്താവെ, ഫറവോനും സൈന്യത്തിന്റെയും കർത്താവ് മുമ്പിലും ചെങ്കടന്റെ മധ്യേ നിൽക്കുമ്പോ ആ ചെങ്കടലിനെ രണ്ടായിട്ട് ഭാഗിച്ച് വേർപിരിച്ചിട്ട് ഇസ്രായേൽ ജനതയെ തക്ക സമയത്ത് തന്നെ ഫറവോന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ചെങ്കടലിന് വിഴുങ്ങിക്കളയുവാൻ വിട്ടുകൊടുക്കാതെ വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവമേ, അപ്പാ, യാഗവസ്തുവിനും കത്തിക്കും ഇടയ്ക്ക് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് കർത്താവേ കരുതന്റെ കരത്തെ വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗത്തിലെ അപ്പ, തന്റെ ജനത്തിനു വേണ്ടി ഈ പ്രഭാതത്തിൽ ചിലത് പൊഴിച്ചു കൊടുക്കണമേ. കരുതലുകൾ വെളിപ്പെടട്ടെ, വഴികൾ തുറക്കട്ടെ, ജനം നിരാശപ്പെടുവാൻ ഇടയാക്കട്ടെ. അപ്പ കൃത്യസമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ വഴികൾ തുറന്നത് കാണുവാൻ എന്റെ ഉടയവൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ, അവരുടെ കാതുകളെ കേൾപ്പിക്കുമാറാക്കണമേ. ചില ദൈവ ശബ്ദങ്ങൾ ഈ പ്രഭാതത്തിൽ കേൾക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരോടുള്ള ദൈവിക ശബ്ദങ്ങൾ ഈ പകൽക്കാലം കേൾക്കട്ടെ കർത്താവേ. അവിടെ ജനത്തിന്റെ സകല വിഷയത്തിനകത്തും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും നിരാശയിലുമായിരിക്കുന്ന ജനത്തിൽ ഈ വചനം വിടുതലും ആശ്വാസമായി തീരട്ടെ. അങ്ങയുടെ വചനം അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.